ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു അയലക്കറി വെക്കാം. നല്ല വറുത്തരച്ച അയലക്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കുക, കുറച്ച് ഇഞ്ചി, കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇടുക. അതിനുശേഷം പെരിഞ്ചീരകം ഉലുവയും മസ്റ്റാണ്. ഉലുവ, പിന്നെ കുറച്ച് കുരുമുളക്. ഇത് ഇത്ര ഇട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ പാനിലിട്ട് നല്ല അടിപൊളിയായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല ചുമന്ന കളറായിട്ട് വരണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു ഏകദേശമൊക്കെ പരുവായിട്ടുണ്ട്. പിന്നെ കഴിവതും നമ്മൾ ചെയ്യുമ്പം തീ കുറച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് കണ്ടില്ലേ, ഇതാണ് പരുവം, കറക്റ്റ് വരുവാണേ. ഇതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയും പിന്നെ ഇടുന്നത് മല്ലിപ്പൊടി ഇടുക. ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി, ഇനി അളവൊന്നൊന്നുമില്ല. പിന്നെ മുളക് പൊടി ഇടാം. അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ഇട്ടിട്ട് ഇത് നല്ലപോലെ മൂപ്പിച്ച് സെറ്റ് ചെയ്ത് മാറ്റിയോടെ വെക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ വൃത്തിയായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി കേട്ടോ, ഒരുപാട് വെള്ളമൊന്നും ആക്കരുത്, കാരണം തേങ്ങ നല്ല പോലെ അരയണം. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെക്കുക. ഇതെൻ്റെ മീൻ ചട്ടിയാണ് കേട്ടോ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചട്ടി എന്താ മാറ്റി പിടിക്കാത്തതെന്ന്. സംഭവം ഇത് വെച്ചാലേ എനിക്ക് ലക്കാവത്തുള്ളൂ. പിന്നെ കടുകിടുക, എണ്ണ ഒഴിക്കുന്നു, എണ്ണ ചൂടായി കടുകിട്ടു, കൊച്ചുള്ളി ഇടുക, കറിവേപ്പില ഇടുക, പച്ചമുളക് ഇടുക. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. എനിക്ക് ഇച്ചിരി എരിയും പുളിയൊക്കെ വേണം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലിടും. പിന്നീട് നല്ല വൃത്തിയായിട്ട് ഇതേ കണ്ടില്ലേ, ചുവപ്പ് നിറമാകുന്നവരെ വഴറ്റുക. അതിനുശേഷം അരപ്പ് ഒഴിക്കാം. അരപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം അതിൻ്റെ കൂടെ ഒഴിക്കാം, ഓവർ വെള്ളമൊന്നും ഒഴിക്കരുത്. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇന്ന് മാങ്ങ ഇടുന്ന കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങ ആണ്, അതുകൊണ്ട് തന്നെ ഒരു മാങ്ങായി പിന്നെ ഒരു ഇച്ചിരി കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അടച്ചു വെക്കുക. അതേ നല്ല തിളച്ചു, മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് ഇതേ തിളച്ചു. ഇനി തീ എന്ത് ചെയ്യണം, സ്ലിമ്മിലിട്ട് വേണം വെക്കാൻ. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് അരപ്പും ഒക്കെ സെറ്റായിട്ടുള്ള കറി കണ്ടില്ലേ. എങ്ങനെയുണ്ട് മീൻ കറി? നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത്, അതോ വേറെ വ്യത്യസ്തമായിട്ടാണോ? അപ്പോൾ കമൻറ്റുകളൊക്കെ ഇടണേ. അപ്പോൾ ശരി, എല്ലാവരും വന്നാട്ടെ, ചോറുണ്ണാം, എനിക്ക് വിശക്കുന്നു.